ഗുരുപൂജ ആഘോഷം ഗുരുവിനോട് ഭക്തിയും ആദരവും വളർത്തിക്കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും അത് അനിവാര്യമാണ് എന്ന സങ്കല്പത്തോടു കൂടിയിട്ട് അങ്ങനെ ഒരു ചടങ്ങ് കാലങ്ങളായിട്ട് എത്രയോ പതിറ്റാണ്ടുകളായിട്ട് നടന്നു വരുന്നു. അതുകൊണ്ട് ഇത് എങ്ങനെ ഞെട്ടിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവിടെ നമ്മുടെ ക്യാമ്പസുകൾ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഫ്രീ സെക്സിന്റെയും കേന്ദ്രങ്ങളാണ്. മാധു, എങ്ങനെയാണ് അഭിമന്യു കൊല്ലപ്പെട്ടത് അറിയാമോ? രാത്രി 10 മണിക്ക് 12 മണിക്കാണ് അഭിമന്യു കൊല്ലപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അഭിമന്യു രാത്രി 12 മണിക്ക് ഇറങ്ങി നടക്കേണ്ട സ്ഥിതി വന്നത്? ക്യാമ്പസുകൾ ഇന്ന് അതാണ്. ശ്രീ ആർ വി ബാബു, ഇന്ന് ഹിന്ദു ഐക്യവേദിയുടേതായി അങ്ങയുടെ തന്നെയായി ഒരു പത്രക്കുറിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ തുടക്കം എന്ന് പറയുന്നത് ഗുരുപൂജ വിവാദമാക്കുന്നത് തീവ്രവാദികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഇതൊരു ഞെട്ടിക്കുന്ന സംഭവമാണ്. ഇതിൽ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം നടത്തുമെന്നതടക്കം പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. ആരെയാണ് പ്രീതിപ്പെടുത്തുന്നത് എന്നുള്ളതാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ പൊതുവിദ്യാലയ സ്ഥാപനങ്ങൾ വിദ്യാലയങ്ങൾ തന്നെ ഇത്തരത്തിലുള്ള ആചാരങ്ങൾക്ക് വേദിയാകേണ്ടതില്ല എന്ന നിലപാടിനെ ഖണ്ഡിക്കേണ്ടതുണ്ടോ? അല്ല, ഇത് ഞെട്ടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. കാരണം കഴിഞ്ഞ 10-40 വർഷമായിട്ട് വിദ്യാലയങ്ങളിൽ സരസ്വതി വിദ്യാനികേതൻ അല്ലെങ്കിൽ വിദ്യാനികേതൻ വിദ്യാലയങ്ങളിൽ നടന്നു വരുന്ന ഒരു ചടങ്ങാണിത്. ഇപ്പോൾ ഗുരുപൂർണിമ ദിവസം രാജ്യമെമ്പാടും നമ്മുടെ ഭാരതത്തിൽ ഒരു ഗുരുപരമ്പരയിൽ ആർഷപരമ്പരയിൽ വിശ്വസിക്കുന്ന ആ ആളുകൾ ഗുരുവിനെ പൂജിക്കുന്ന ദിവസമായിട്ടാണ് ഗുരുപൂർണിമ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ദിവസം ഈ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്ന സ്ഥാപനങ്ങളിലും വിദ്യാലയങ്ങളിലുമൊക്കെ ഗുരുപൂജ ആഘോഷം നടന്നു വരുന്നു. ഒരു സാംസ്കാരിക പരിപാടിയാണ് ഗുരുപൂജ ആഘോഷം. ഗുരുവിനോട് ഭക്തിയും ആദരവും വളർത്തിക്കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും അത് അനിവാര്യമാണ് എന്ന സങ്കല്പത്തോടു കൂടിയിട്ട് അങ്ങനെ ഒരു ചടങ്ങ് കാലങ്ങളായിട്ട് എത്രയോ പതിറ്റാണ്ടുകളായിട്ട് നടന്നു വരുന്നു. അതുകൊണ്ട് ഇത് എങ്ങനെ ഞെട്ടിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. നവകേരള സദസ്സ് നടക്കുന്ന സമയത്ത് വിദ്യാർത്ഥികളെ സ്കൂളിന് പുറത്തു നിർത്തുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി. എന്നാൽ വിദ്യാർത്ഥികളെ യാതൊരു തരത്തിലും പൊതുപരിപാടികളുടെ ഭാഗമാക്കരുത്, വിദ്യാലയങ്ങളിലെ പഠന സമയങ്ങളിൽ അവരെ യാതൊരു തരത്തിലും മറ്റു പരിപാടികളുടെ ഭാഗമാക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങൾ കോടതി തന്നെ പറഞ്ഞിട്ടുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെ വിമർശിച്ചവരാണ് നമ്മളൊക്കെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് കോടതി നിർദ്ദേശമുള്ളപ്പോൾ എല്ലാവരും അതിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ വിദ്യാലയങ്ങളെ അങ്ങനെ ആചാരങ്ങളുടെ വേദി അല്ലെങ്കിൽ മറ്റു പരിപാടികളുടെ വേദി ആക്കേണ്ടതില്ല എന്ന കാര്യം നിയമപ്രകാരം തന്നെ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതല്ലേ? നമുക്ക് എന്താ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ ഈ A+B A² + 2AB + B² എന്ന് പഠിപ്പിക്കാൻ മാത്രമാണോ വിദ്യാലയം? 3 2 5 എന്ന് പഠിപ്പിക്കാൻ മാത്രമാണോ? മഹാത്മാഗാന്ധി മുതൽ വിവേകാനന്ദൻ മുതൽ ടാഗോർ, അരവിന്ദ് ഘോഷ് ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്താ? നമുക്ക് മനുഷ്യനെ നിർമ്മിക്കാൻ സാധിക്കണം വിദ്യാഭ്യാസത്തിലൂടെ. മാൻ മേക്കിംഗ് ആണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസം, സംസ്കാരമാണ് വിദ്യാഭ്യാസത്തിലൂടെ പകർന്നു കിട്ടേണ്ടത്. കേരളത്തിന്റെ പഠന വിഷയങ്ങളുടെ സിലബസിൽ ഉൾപ്പെട്ടതാണ്. ഇത് സിലബസിൽ ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ വിദ്യാലയങ്ങൾ എന്തിന് എന്നത് സംബന്ധിച്ച് ശാസ്ത്രീയമായ നിർവചനങ്ങളുണ്ട്. വിദ്യാലയങ്ങളിൽ എന്തൊക്കെ നടത്തണം നടത്തേണ്ട എന്നുള്ളതിനെ കുറിച്ച് നിയമപരമായ നിഷ്കർഷകളുണ്ട്. അതിൽ സംസ്കാരം, ആചാരം തുടങ്ങിയ കാര്യങ്ങൾ ഏതൊക്കെ വേണം വേണ്ട തുടങ്ങിയ കാര്യങ്ങളിലും നിഷ്കർഷകളും മാനദണ്ഡങ്ങളുമുണ്ട്. അങ്ങ് പറഞ്ഞതൊക്കെ സിലബസിൽ പെട്ടതാണ്. നമ്മുടെ ചർച്ചാ വിഷയമായ പാദപൂജ സിലബസിൽ പെട്ടതല്ല. നമ്മുടെ രാജ്യത്ത് നടത്തുന്ന ഒട്ടനവധി വിദ്യാലയങ്ങളിൽ മോറൽ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ആ മോറൽ ക്ലാസ്സുകളൊക്കെ സിലബസിൽ പെട്ട കാര്യങ്ങളാണോ അവിടെ പഠിപ്പിക്കുന്നത്? അങ്ങനെ ഒരു സിലബസ് ഉണ്ടോ മോറൽ ക്ലാസ്സുകൾക്ക്? ഇല്ലല്ലോ. അപ്പോൾ നമ്മുടെ രാജ്യത്ത് കുട്ടികൾക്ക് അധ്യാപകരോട് ആദരവും ഭക്തിയും വർദ്ധിപ്പിക്കണം എന്ന് വിചാരിച്ച് നല്ല ഉദ്ദേശത്തോടു കൂടി കുട്ടികളിൽ ആ സംസ്കാരം വളർത്തുന്നതിനെ ഈ തരത്തിൽ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പ്രചരിപ്പിക്കുന്നത് ആസൂത്രിതമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ അവസരത്തിൽ ഇത് വിവാദമാക്കുന്നതിന്റെ കാരണം നമ്മുടെ കേരളത്തിൽ ഈ സമയമാറ്റം, സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ടൊക്കെ ചില മതവിഭാഗങ്ങൾ ഉയർത്തിയിട്ടുള്ള എതിർപ്പുകളുണ്ട്. ആ എതിർപ്പുകളെ തൻ്റെ ഇടത്തോടെ ഞങ്ങൾ നേരിടും എന്നൊക്കെ പറയുകയും പിന്നീട് അതിന്റെ മുമ്പിൽ ഇപ്പോൾ മുട്ടുപറച്ച് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ കാര്യത്തിൽ മാത്രമല്ല, ഒട്ടനവധി കാര്യങ്ങളിൽ സ്കൂളിന്റെ ടൈം ടേബിൾ നിശ്ചയിക്കുന്ന കാര്യത്തിൽ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് ഒക്കെ ചില മതവിഭാഗങ്ങളുടെ എതിർപ്പുകൾ വന്നപ്പോൾ നമ്മുടെ കേരള സംസ്ഥാനം പുറകോട്ട് പോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ശരി, അങ്ങ് ചൂണ്ടിക്കാണിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നിരുന്നാലും അങ്ങ് ചൂണ്ടിക്കാണിച്ചത് ശരിയാണ്. ചില വിദ്യാലയങ്ങളിൽ സാൻമാർഗിക പഠനമുണ്ട്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്തും ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പക്ഷെ ആ ടെക്സ്റ്റിൽ
എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തതോ അല്ലെങ്കിൽ എല്ലാവരുടെയും വിശ്വാസവുമായി ചേർന്ന് നിൽക്കാത്തതോ തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കത് ചർച്ചയ്ക്ക് വിധേയമാക്കാം, നമുക്കതിനെ വിമർശിക്കാം. ആ സ്വാതന്ത്ര്യം കൂടിയുണ്ട്. ഇതിപ്പോ വിമർശിക്കുന്നവരെല്ലാം ആർഷഭാരത സംസ്കാര വിരുദ്ധരാണ്, അവരെല്ലാവരും രാജ്യവിരുദ്ധരാണ്, അവരൊക്കെ തീവ്രവാദികളെ സന്തോഷിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് എന്ന തരത്തിലുള്ള പ്രതിരോധമോ? മാധു, ഈ വിഷയത്തിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് തികച്ചും മതേതരമായൊരു പരിപാടിയാണ്. നമ്മുടെ ഒരു സാംസ്കാരിക പാരമ്പര്യത്തിന്റെ പിന്തുടർച്ചയാണ്. ഇപ്പോ ഇത്തവണ വട്ടോളി സ്കൂളിൽ ഈ ഗുരുപൂജ ആഘോഷത്തിൽ പങ്കെടുത്തത് അവിടുത്തെ ഒരു മുസ്ലിം സ്ത്രീ ആയിട്ടുള്ള അധ്യാപികയാണ്. അവരുടെ കാലം തൊട്ടാണ് കുട്ടികൾ വന്ദിച്ചത്. ഇപ്പൊ 2016 ബന്തെടുക്കയിൽ ഇപ്പൊ ഈ വിവാദമായിട്ട് നിങ്ങൾ കാസർഗോഡ് സ്കൂളിലെ സംഭവം പറഞ്ഞു. 2016 നമ്മുടെ ഗുരുപൂജ ആഘോഷത്തിൽ പങ്കെടുത്തത് അവിടുത്തെ CPM-ന്റെ പ്രാദേശിക പഞ്ചായത്ത് പ്രസിഡന്റും നേതാവുമാണ്. അവിടുത്തെ ഗുരുപൂജ അവർ അധ്യാപകരും കൂടിയാ, അധ്യാപകരാണ് എന്നുള്ളതും കൊണ്ടാണ് അവരതിൽ പങ്കെടുത്തത്. ഇപ്പോ ശശീന്ദ്രൻ പങ്കെടുത്ത ഒരു പരിപാടി നന്മണ്ട വിവേകാനന്ദ സ്കൂൾ വിദ്യാനികേതൻ സ്കൂളിൽ നടത്തിയിരുന്നു നമ്മുടെ മന്ത്രി ശശീന്ദ്രൻ. അന്ന് പങ്കെടുത്തപ്പോഴും ഈ കുട്ടികള് ശശീന്ദ്രന്റെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങുകയും കാലുതൊട്ട് വന്നിക്കുകയും ചെയ്യുന്ന സന്ദർഭമുണ്ട്. കാലുതൊട്ട് വന്നിക്കുക, പാദനമസ്കാരം നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരമാണ്, സംസ്കാരത്തിന്റെ ഭാഗമാണ്. നമുക്ക് തോന്നുകയാണ്, സ്വേച്ഛയാ നമ്മൾ ചെയ്യുകയാണ്. നമുക്ക് ഒരാളൊരു പുരസ്കാരം നൽകുമ്പോൾ നമുക്ക് ആദരണീയനാണ് അദ്ദേഹം എന്ന് തോന്നി നമ്മൾ ചിലപ്പോൾ പാദനമസ്കാരം ചെയ്യും. അത് നമ്മളുടെ തീരുമാനമാണ്. ഇത് പക്ഷേ ഒരു സംഘടന, സ്കൂളിനെ നയിക്കുന്ന ഒരു സമിതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയാണ്. അതിലെ സ്കൂളിലെ കുട്ടികൾ അതിന്റെ ഭാഗമാവുകയാണ്. പിന്നെ അങ്ങ് പറഞ്ഞു മതേതരമായ ചടങ്ങ് എന്ന്. മതേതരമായ ചടങ്ങാകാൻ അതിലെല്ലാ മതസ്ഥരും പങ്കെടുത്താൽ മാത്രം പോരാ. അങ്ങ് തന്നെ ഗുരുപൂർണിമയെ വ്യാസപൂർണിമ എന്നാണ് പറഞ്ഞത്. വ്യാസപൂർണിമ എന്ന് പറയാൻ കാരണമായ ഇതിഹാസത്തിൽ അതിനെ വിശ്വസിക്കുകയും അതിനെ ഫോളോ ചെയ്യുകയും ചെയ്യുന്നത് എല്ലാ മതക്കാരുമല്ല, ബുദ്ധിമുട്ടുള്ളവരുണ്ടാകും. അപ്പോൾ അതിനെ മതേതരമായ എന്ന ചട്ടക്കൂടിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത് എങ്ങനെയാണ്? വ്യാസപൂർണിമ ദിനത്തിൽ ഈ ഗുരുക്കന്മാരെ പൂജിക്കുന്നു എന്നേ ഉള്ളൂ. വ്യാസനെയല്ല അവിടെ പൂജിക്കുന്നേ. അല്ല, അതൊരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണല്ലോ. ഗുരു സങ്കല്പത്തെയാണ്, അഖില ലോകങ്ങൾക്കും ഗുരു എന്ന സങ്കല്പം വ്യാസനിൽ ആരോപിച്ചുകൊണ്ടാണ് വ്യാസന്റെ ജന്മദിനമായ ദിവസം ഗുരുപൂർണിമ വ്യാസപൂർണിമ എന്ന് അർത്ഥമാക്കി ആചരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങ് തിരുത്തു. വ്യാസൻ എന്തുകൊണ്ട് ഗുരുവായി എന്നുള്ള ചർച്ചയിലേക്ക് ഇത് പോണെങ്കിൽ ഞാൻ അതിന് വളരെ സന്തോഷത്തോടെ പോവാം. നമ്മുടെ ചർച്ച അതിലേക്കല്ലല്ലോ. ഞാൻ പറഞ്ഞത് വ്യാസപൂർണിമ ദിനത്തിൽ ഗുരുവിനെ പൂജിക്കുന്നതായിട്ട് നമ്മുടെ ഭാരതത്തിലെ മുഴുവൻ സമ്പ്രദായങ്ങളിലും അങ്ങനെയാണ് നിലനിൽക്കുന്നത്. അപ്പൊ ആ ദിവസം നമ്മൾ ഗുരുവിനെ പൂജിക്കുന്ന ദിവസമായിട്ട് തെരഞ്ഞെടുക്കുന്നു. ആ ദിവസം കുട്ടികൾക്ക് ഗുരുവിനെ പൂജിക്കാനുള്ള സന്ദർഭം ഒരുക്കി കൊടുക്കുന്നു. അതിൽ പല രീതിയിലും അവരെ ചിലപ്പോൾ പാദപൂജ ചെയ്തുകൊണ്ടായിരിക്കാം, പാദ നമസ്കാരം ചെയ്തുകൊണ്ടായിരിക്കാം, സാഷ്ടാംഗ നമസ്കാരം ചെയ്തുകൊണ്ട്. ഇതൊക്കെ നമ്മുടെ ഭാരതീയ സമൂഹത്തിൽ നിലനിൽക്കുന്ന ആചാരങ്ങളാണ്. ഗുരുവിനെ പൂജിക്കുക എന്നുള്ളത്, മാതാ പിതാ ഗുരു ദൈവം എന്ന സങ്കല്പം. അച്ഛനെ പൂജിക്കണം, അമ്മയെ പൂജിക്കണം, ഗുരുവിനെ പൂജിക്കണം, ദൈവത്തിന് മേലെയായി എന്നാണ് അതിന്റെ അർത്ഥം. ഒറ്റ കാര്യം കൂടി ഞാൻ അങ്ങോട്ട് ചോദിച്ചതിന് ശേഷം മറ്റതിഥികളിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ സംസ്കാരം, നമ്മുടെ ദേശീയത, അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ, ദേശീയതയുടെ പല ഭാഗങ്ങൾ നമ്മുടെ പാഠപുസ്തകത്തിലൊക്കെ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. നമ്മുടെ ആചാരം, സംസ്കാരം, മതം, ചിന്ത, വിശ്വാസം തുടങ്ങിയ കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള ഇടമല്ല പുസ്തകങ്ങൾ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അങ്ങോട്ട് ഒരു കാര്യം ചോദിച്ചിട്ട് അങ്ങനെ അതിന്റെ മറുപടിയുടെ കൂടെ പറഞ്ഞോളൂ. എന്തുകൊണ്ട് ആ ദിവസം ശ്രീ ആർ വി ബാബു, എന്തുകൊണ്ട് ആ ദിവസം? അല്ല, ആ ദിവസം ഗുരുപൂജ ദിവസമാണ്, ഗുരുപൂർണിമ ദിവസമാണ്. എങ്ങനെ അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണെന്നേ. നിങ്ങൾക്ക് മതവും സംസ്കാരം, നിങ്ങൾക്ക് അങ്ങനെ വേർതിരിക്കാനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രാജ്യത്തെ എല്ലാത്തിനും വേർതിരിക്കണം. നമ്മുടെ യൂണിവേഴ്സിറ്റികളിലെ ആപ്തവാക്യങ്ങൾ നീക്കം ചെയ്യണം. അങ്ങ് മതേതരമാണ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എന്തുകൊണ്ട് ആ ദിവസം എന്ന് ഞാൻ ചോദിക്കാൻ കാരണം, അല്ല, ഞാൻ അങ്ങനെ പ്രക്ഷുബ്ധയാകാൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങ് മതേതരമാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ചോദിച്ചത്. എന്തുകൊണ്ട് ആ ദിവസം? എന്തുകൊണ്ട് വ്യാസന്റെ ജന്മദിവസം? എന്തുകൊണ്ട് വ്യാസപൂർണിമ ദിവസം ഗുരുക്കന്മാരെ പൂജിക്കാനുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് ഒരുക്കി നൽകണമെന്ന് തോന്നുന്നു? ഭാരതീയ സംസ്കാരത്തിന്റെ ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന എല്ലാ ഭാരതീയ സമൂഹങ്ങളും എല്ലാ ഭാരതീയ സമ്പ്രദായങ്ങളിലും പെട്ടവര് അവരുടെ ഗുരുവായിട്ട് വ്യാസനെയാണ് സങ്കല്പിച്ചത്. വ്യാസോച്ഛിഷ്ടം ജഗത് സർവം. ഇത് നമ്മുടെ ഭാരത സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ്. ഞാനതാ പറഞ്ഞേ, ഇതിന് നിങ്ങൾക്ക് മതവുമായിട്ട് ചേർത്താൽ, മതമായിട്ട് വ്യാഖ്യാനിക്കാൻ തുടങ്ങിയാൽ എനിക്ക് പലതിനെയും മതമായിട്ട് വ്യാഖ്യാനിക്കേണ്ടി വരും. മതേതരം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നു. അങ്ങ് സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് പറഞ്ഞതുകൊണ്ടല്ല ഞാനത് ചോദിച്ചത്. അങ്ങ് മതേതരമാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്തുകൊണ്ട് ആ ദിവസം എന്നുള്ളത്. അത്
ഇതിഹാസവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിഹാസവുമായി ബന്ധപ്പെട്ടതാണ്. ആരുടെ ഇതിഹാസമാണ്? ഹിന്ദു വിശ്വാസികളുടെ ഇതിഹാസമാണ്. അല്ല, ഈ ഇതിഹാസം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഭാരതീയ സംസ്കാരത്തിന്റെ സൃഷ്ടിയല്ലേ? അല്ല, ഭാരതീയ സംസ്കാരത്തിന്റെ സൃഷ്ടിയല്ലേ? സംസ്കാരത്തിന്റെ ഭാഗമായി ഇതിഹാസം നമ്മുടെ സിലബസുകളിലില്ല. അവിടെ എല്ലാ മതവിശ്വാസികൾക്കും പഠിക്കാനും മുന്നേറാനും കഴിയുന്ന ആശയങ്ങൾ ആവിഷ്കരിക്കാനുള്ള, ആശയങ്ങൾ സ്വാംശീകരിക്കാനുള്ള സാധ്യത ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് പൊതുവിദ്യാഭ്യാസ സമ്പ്രദായവും പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളിലും അതിനുള്ള സൗകര്യമാണ് ഒരുക്കുന്നത്. അതിനുള്ള എല്ലാ മതവിശ്വാസികൾക്കും ആശയങ്ങൾ സ്വാംശീകരിക്കാനുള്ള. എനിക്കങ്ങ് പറഞ്ഞത് മനസ്സിലായില്ല. മാധു ഏത് മതത്തിന്റെ സൃഷ്ടിയാണ്? എന്ത്? അല്ല, മാധു ഏത് മതത്തിന്റെ സൃഷ്ടിയായിട്ടാണ് മഹാഭാരതവും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ ഏത് മതത്തിന്റെ സൃഷ്ടിയായിട്ടാണ് പറയുന്നത്? ഏതെങ്കിലും ഒരു മതത്തിന്റെ സൃഷ്ടി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചത് അത് ഇതിഹാസമായി കാണുന്നത് ആരാണ് എന്നാണ്. അല്ല, അങ്ങനെയൊക്കെ അങ്ങ് പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാൽ ഞാൻ വഴങ്ങാൻ തയ്യാറില്ല. ഞാൻ മണ്ടത്തരം ഒരു പക്ഷെ പറയുമായിരിക്കും. നമ്മൾ എല്ലാവരും എല്ലാം തികഞ്ഞവരും എല്ലാ ബുദ്ധിയും ഒരേപോലെ ഉള്ളവരുമല്ല. ഞാൻ അത്തരം പ്രകോപനങ്ങൾക്ക് വശംവദയാകാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതിഹാസങ്ങൾ ഉണ്ടായപ്പോൾ, ഈ വേദങ്ങൾ ഉണ്ടായപ്പോൾ ഈ മതങ്ങളൊന്നുമില്ല. ഈ പറയുന്ന ഇന്ന് കാണുന്ന മതങ്ങളൊന്നുമില്ല. നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നത് അറിയാമോ? ഞാൻ ഈ ഇതിഹാസങ്ങൾ ഉണ്ടായപ്പോൾ, ഈ പുരാണങ്ങൾ ഉണ്ടായപ്പോൾ, ഈ മതങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞില്ല. പറഞ്ഞാലല്ലേ അത് മണ്ടത്തരമാണ് എന്ന് അങ്ങേക്ക് ഗണിക്കാൻ കഴിയുകയുള്ളൂ. ഇല്ലല്ലോ. പക്ഷെ അതൊക്കെ ഉണ്ടായപ്പോഴുണ്ടായിരുന്ന ഒന്നുണ്ട്. അത് ചാതുർവർണ്യമാണ്. അതൊക്കെ ഉണ്ടായിരുന്നപ്പോഴുണ്ടായിരുന്നത് അത് ചാതുർവർണ്യമാണ്. അതുണ്ടായിരുന്നല്ലോ സ്വാഭാവികമായും. അപ്പോൾ അതിലേക്കുള്ള തിരിച്ചുനടത്തം, അത് പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങൾ എന്നുള്ളതാണ് ഇപ്പോൾ മറ്റുള്ളവർ ഉന്നയിക്കുന്ന വിമർശനം. എന്താണ് ചാതുർവർണ്യം എന്ന് ചർച്ച ചെയ്യാനല്ലോ നമ്മൾ ഇരിക്കുന്നത്. അങ്ങ് നേരത്തെ പറഞ്ഞ അല്ലല്ലോ ഈ വിഷയമല്ലേ? അല്ലേ? അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ ആർ വി ബാബു, നമ്മൾ ആ വിഷയം ചർച്ച ചെയ്യാനല്ലോ ഇരിക്കുന്നത്. അല്ല, അന്നുണ്ടായിരുന്നത് ചാതുർവർണ്യമാണ് എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. മതങ്ങളില്ല എന്ന് പറഞ്ഞപ്പോൾ മതം ഏതാണെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ ശ്രീ ആർ വി ബാബു. ഞാൻ ചോദിച്ചോ? അങ്ങ് മതങ്ങളില്ല എന്ന് പറഞ്ഞപ്പോൾ മതം ഏതാണെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. എന്താണ് മതം ഞാൻ ചോദിച്ചില്ലല്ലോ. അപ്പൊ അന്ന് ചാതുർവർണ്യം ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ എന്താണ് ചാതുർവർണ്യം എന്ന് അങ്ങ് ചോദിക്കുന്നത്? അതിനെപ്പറ്റി ചർച്ചയ്ക്ക് കൊണ്ടുപോകാനല്ലേ? അങ്ങ് പറഞ്ഞല്ലോ ഇപ്പൊ CPM ശ്രമിക്കുന്ന RSSന്റെ പരിപാടികൾക്ക് പരസ്യം നൽകാനാണെന്ന്. ഞാനില്ല ശ്രീ ആർ വി ബാബു. എന്നെ അങ്ങനെ പ്രകോപിപ്പിക്കാൻ അങ്ങ് ഇന്നത്തെ ദിവസം എന്തായാലും നോക്കേണ്ടതില്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ അങ്ങേക്ക് വരാം. അങ്ങനെ ക്ഷമിക്കൂ. നമ്മൾ 7:43 വരെ നമ്മൾ തമ്മിൽ സംസാരിച്ചില്ലേ? ഞാൻ അങ്ങേക്ക് വരാം. ശ്രീ PM ഹർഷോ, ഞാൻ വരാം. അങ്ങൊന്ന് ക്ഷമിക്കണം. ഞാൻ അങ്ങേക്ക് വരാം. ശ്രീ PM ഹർഷോ, പറയൂ. ഞാൻ മര്യാദ ഒരു സെന്റൻസ് പൂർത്തീകരിക്കാൻ മാധു സമ്മതിച്ചിട്ടില്ല. ഞാൻ കേൾക്കാൻ പറയൂ. ഒരു സെന്റൻസ് പൂർത്തീകരിക്കാൻ മാധു എന്നെ സമ്മതിച്ചിട്ടുണ്ടോ? ഞാൻ കേൾക്കാൻ സെന്റൻസ് പറയൂ. ഞാൻ പറയുന്നത് പ്രേക്ഷക സമൂഹം കേൾക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഒരു സെന്റൻസ് പൂർത്തീകരിക്കാൻ സമ്മതിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ മാധുവിന്റെ അജണ്ട, മാതൃഭൂമിയുടെ അജണ്ട നടപ്പാക്കണം. അതിന് എന്നെ കരുവാക്കാൻ നോക്കണ്ട. എന്നെ അതിന് കിട്ടത്തില്ല. ഇവിടത്തെ പ്രശ്നം എന്താണ്? ഇവിടെ നമ്മുടെ ക്യാമ്പസുകൾ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഫ്രീ സെക്സിന്റെയും കേന്ദ്രങ്ങളാണ്. മാധു, എങ്ങനെയാണ് അഭിമന്യു കൊല്ലപ്പെട്ടത് അറിയാമോ? രാത്രി 10 മണിക്ക് 12 മണിക്കാണ് അഭിമന്യു കൊല്ലപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അഭിമന്യു രാത്രി 12 മണിക്ക് ഇറങ്ങി നടക്കേണ്ട സ്ഥിതി വന്നത്? ക്യാമ്പസുകളിൽ നിന്ന് അതാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ കൊച്ചിയിലെ അഭിഭാഷകരുടെ കേന്ദ്രത്തിൽ കയറി വിദ്യാർത്ഥികൾ അവർ തമ്മിൽ തർക്കം, ബഹളം, അടി. ഇന്ന് ഫ്രീ സെക്സിന്റെയും മയക്കുമരുന്നിന്റെയും കാസർഗോഡ് ഒരു പ്രിൻസിപ്പാൾ പറഞ്ഞത് എന്തായിരുന്നു? കുടുംബത്തിലെ നമ്മുടെ വീടുകളിലെ കിടപ്പറയിൽ നടക്കുന്ന രംഗങ്ങൾ ക്ലാസ് മുറികളിൽ നടക്കുന്നു, ക്യാമ്പസുകളിൽ നടക്കുന്നു. ആ വിദ്യാർത്ഥി, ആ പ്രിൻസിപ്പാളിനെ എതിരായിട്ട് കലാപം, പ്രിൻസിപ്പാളിന്റെ കുഴിമാടം തീർക്കുന്നു പാലക്കാട് വിക്ടോറിയ കോളേജില്. കുട്ടികളുടെ മുന്നിലിട്ട് അധ്യാപകനെ വെട്ടിക്കൊല്ലുന്നു. ഈ തരത്തിലുള്ള സംഭവം നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ കുട്ടികളിൽ അധ്യാപകരോട് വിനയവും അതേപോലെ ആദരവും സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പരിപാടികൾ നടത്തുമ്പോൾ നിങ്ങൾ ദുർവ്യാഖ്യാനങ്ങളിലൂടെ അതിനെ ഇകഴ്ത്താനും തകർക്കാനും ശ്രമിക്കുക. ഗുരുവന്ദനം എന്നുള്ളത് ഒരു നല്ല സംസ്കാരം കുട്ടികളിൽ ജനിപ്പിക്കുന്ന പരിപാടിയാണ്. വിദ്യാർത്ഥികളുടെ കൈകളിൽ കത്തിയും കഠാരയും കൊടുത്തുകൊണ്ട് ആ കുഴിമാടം തീർക്കാനല്ല ഈ കുട്ടികളോട് പറഞ്ഞത്. അവരെ നല്ല സംസ്കാരം, അധ്യാപകരെ വന്ദിക്കാൻ, അച്ഛനെയും അമ്മയെയും കാണുന്ന പോലെ തങ്ങളുടെ അധ്യാപകരെ കാണാൻ, അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു സംസ്കാരത്തെയാണ് നിങ്ങൾ. എനിക്ക് ഈ ചർച്ച തന്നെ അത്ഭുതമാണ്. ഇത്തരത്തിലൊരു ചർച്ചയിലേക്കാണോ പോകേണ്ടത്? നമ്മുടെ കുട്ടികളിലേക്ക് നല്ല സംസ്കാരം പകർന്നു കൊടുക്കുന്നതിനെ ഇങ്ങനെയാണോ കാണേണ്ടത്? ശരി, അങ്ങ് പ്രേക്ഷകരോട് പറയാൻ ശ്രമിച്ച കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായി പറയാനുള്ള അവസരം ഞാൻ നൽകി എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടി ഞാൻ അങ്ങോട്ട് പറയുന്നു. കേരളത്തിലെ ക്യാമ്പസുകൾ
മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഫ്രീ സെക്സിന്റെയും കേന്ദ്രങ്ങളാണ് എന്ന് അങ്ങ് പറഞ്ഞത് സമ്മതിച്ചു തരാൻ നിർവാഹമില്ല ശ്രീ ആർ വി ബാബു. അതുമായി ബന്ധപ്പെട്ട അഭിമന്യുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങ് പറഞ്ഞതിൽ ആ പരാമർശത്തിൽ മറുപടി പറയേണ്ട ബാധ്യത ശ്രീ പി എം ആർഷോയ്ക്കാണ്. അദ്ദേഹം പറഞ്ഞുകൊള്ളും. പിന്നെ ഇത് മൂന്നിന്റെയും കേന്ദ്രമാണ് കേരളത്തിലെ സർവകലാശാലകൾ എന്ന് പറയാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സഹവാസവും നമുക്ക് പരിചയവുമുള്ള ആളുകൾക്ക് അത്തരം വിവരങ്ങളെ ഉള്ളൂവെങ്കിൽ നമുക്ക് അവരോട് പരിതപിക്കുക എന്നല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അവരുടെ സ്വഭാവം അനുസരിച്ച് അവർ നൽകുന്ന വ്യാഖ്യാനങ്ങൾക്ക് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസവും ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്കും ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ വരുന്ന ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ വരുന്ന കുഞ്ഞുങ്ങൾ ഫ്രീ സെക്സിന്റെ വക്താക്കളാണെന്ന് പറഞ്ഞാൽ സമ്മതിച്ചു തരാൻ നിർവാഹമില്ല. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ, ഞാനും ഒരു പെൺകുഞ്ഞിന്റെ അമ്മയാണ്, നമ്മുടെ കുഞ്ഞുങ്ങളെ ആ നിലയ്ക്ക് ചപ്പ കുത്തുക എന്ന് പറയുന്നത് വലിയ പാതകമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ പി എം ആർഷോ, രാഷ്ട്രീയമായ ലക്ഷ്യമുണ്ട് ഇതിൽ. ചില സംഘടനകളുടെ രാക്ഷസ കോട്ടകളായിട്ട് ക്യാമ്പസുകൾ നിർത്തുകയാണ് മാധു. രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് ഇതിൽ എന്ന് പറയുന്നു. അതായത് സമസ്തയടക്കമുള്ള സംഘടനകൾ. ശ്രീ ആർ വി ബാബു, നമ്മൾ മാത്രം സംസാരിച്ചാൽ പോരാ, അങ്ങേക്ക് സംസാരിക്കാൻ സമയം വേണമെന്ന് പറഞ്ഞ് ഞാൻ വളരെ ക്ഷമാപൂർവ്വം അത് വളരെ ബഹുമാനത്തോടു കൂടി കേട്ടിരുന്നു. അതിനുശേഷം ഞാൻ മറ്റതിഥികളിലേക്ക് പോവുകയാണ്. അങ്ങൊന്ന് ക്ഷമിക്കൂ, കാത്തിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു.